ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് ജീരക അരി കഴുകി വച്ചിട്ടുണ്ട്, ഡ്രെയിൻ ചെയ്ത് വച്ചിരിക്കുവാണ്. ഇവിടെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം കൂടി അരച്ച് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. തിളയ്ക്കാൻ വെച്ച വെള്ളത്തിൽ തന്നെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക തിളപ്പിക്കാൻ വച്ചിരിക്കുവാണേ. ഉള്ളി ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ ബ്രൗൺ ആക്കാൻ പോയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അരി വറുത്തോട്ടിരിക്കുവാണ്. അതിനകത്ത് ഞാൻ ബിരിയാണി ഇലയാണ് ഇട്ടിരിക്കുന്നത്. പുതിന ഇല, മല്ലി ഇലയൊന്നും ചേർക്കുന്നില്ല. വെറും ബിരിയാണി ഇല ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രെയിൻ ചെയ്യണം. ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനിനി ഇത് അരിക്കകത്തോട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മുടെ ബിരിയാണി അരി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം സിമ്മേലാക്കാമേ, ലോ ഫ്ലെയിമേലാക്കി കൊടുക്കാം. നമ്മളിനി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഉപ്പ് മുന്നോട്ടിരിക്കണം. ഇവിടെ ഞാൻ ബിരിയാണിക്കകത്ത് ചേർക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുവാണേ. ഫ്രൈ ചെയ്തുമ്പോൾ വേണം ദമ്മ് ചെയ്യാൻ. ഇടയ്ക്ക് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. മെല്ലെ ഇളക്കാവൂ, അല്ലെ അരിയെല്ലാം പൊടിഞ്ഞു പോകും. എന്നുവെച്ചാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന അടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഞാനൊരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ദം ചെയ്യുവാണ്. ഇനി ഇതിനകത്ത് വറുത്ത് വെച്ച ഉള്ളി അങ്ങോട്ട് ഇടുവാണ്. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി. നിങ്ങൾക്ക് ഇതിനകത്ത് പുതിന ഇലയും മല്ലി ഇലയും ഒക്കെ ഇടാമേ. ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.